ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുണ്യവസന്തം വരവായി. ഇമാം മസാലി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി സനദുകൾ കളഞ്ഞ് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബയാനു അഖ്ലാഖിഹി വ ആദാബിഹി ഫി ത്വആമി, ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദകളും ഖുലുഖുകളും. മാഷാ അല്ലാഹ്. ഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്കുലു മാ വജദ്. അള്ളാൻ്റെ ഹബീബിന് ഷർത്തും പറഞ്ഞില്ല. ഹലാലായ ഭക്ഷണമാണോ കൊണ്ടുവന്നത് അത് കഴിക്കും. ഉപ്പില്ല, മധുരല്ല, ഇത് രുചിയില്ല, ചേരുവകൾ ക്ലിയറായിട്ടില്ലെന്ന് ഒച്ചുംപുളി ഉണ്ടാക്കും. നമ്മൾക്കാണെങ്കിലോ നമ്മളെ പൊണ്ടാട്ടി, നമ്മളെ സൗജത്ത്, നമ്മളെ ഇണ കറി വെച്ചു കൊണ്ടുവച്ച് മുൻപിൽ കുറച്ച് ഇപ്പില്ല, ജിഹാദ് ഉണ്ടാക്കൂലേ? അല്ലെങ്കിലോ ചായയിൽ കുറച്ച് മധുരം കമ്മിയായി, പ്രശ്നമാക്കൂലേ? ഞമ്മക്ക് അന്തല്ല. നമ്മളെ പൊണ്ടാട്ടികൾ പറഞ്ഞാൽ നമ്മളെ അടിമകളല്ല. അവൾക്ക് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. മാഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബ് കൊണ്ടുവന്ന് തിന്ന് എണീറ്റ് പോവും. വല്ലാത്തൊരു നേതാവല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല, മതി വരില്ല. വകാന അഹബ്ബു ത്വആമി ഇലൈഹി മാ കാന അലാ ലഫഫ്. എന്താ അള്ളാഹിൻ്റെ ഹബീബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ കോലം, അത് തിന്നേണ്ട രൂപം എങ്ങനെ? മാ കാന അലാ ലഫഫ് വല്ലഫഫു മാ കസുറത്ത് അലൈഹിൽ ഐദി. ഒരു ഭക്ഷണമാണ്. കസുറത്ത് അലൈഹിൽ ഐദി, അതിൻ്റെ മേൽ കുറേ കരങ്ങൾ വർദ്ധിച്ചു. നമ്മൾ ഒരു മേശൻ്റെ ചുറ്റുമിരുന്ന് സെപ്പറേറ്റ് പ്ലേറ്റിൽ നിന്ന് തിന്നു. അതായി ഒരു പ്ലേറ്റിക്ക് നമ്മളെ കയ്യേ വരുള്ളൂ. അതും ഒരു ഒരുമയാണ്. എന്നാൽ ഒന്നും കൂടെ ഒരുമ കൂടാൻ ഇത്തിബായിന് വലിയൊരു പ്ലേറ്റ് അയക്കാണ്ട് കൊട്ടിയിട്ട് എല്ലാവരും കൂടി അയിന്ന് അങ്ങ് തിന്ന്. മാഷാ അല്ലാഹ്, എന്തൊരു സ്നേഹമായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങ് തിന്ന ഉമ്മ, ബാപ്പ, ഇണ, മക്കൾ, നല്ല സന്തോഷമായി. കാരണം രുചികരമല്ലാത്തതും അങ്ങനെ തിന്ന കുറച്ച് രുചി കൂടും. പക്ഷെ എല്ലാവരും കയ്യേ കേൾക്കണം. വഖാന ഇദാ വുളിഅത്തിൽ മാഇദ, തൻ്റെ മുൻപിൽ ഭക്ഷണത്തിൻ്റെ സുപ്ര കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ ഖാല, ഹബീബ് പറയും, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജഅൽഹാ നിഅമതൻ മഷ്കൂറ. അല്ലാഹുവേ, ഇതിനെ ഒരു മഷ്കൂറത്തായ അനുഗ്രഹമാക്കണേ. അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നിയമത്തല്ലേ. നിയമത്തിന് നമ്മൾ ശുക്ർ ചെയ്യണല്ലോ. അപ്പം ഞങ്ങളിൽ നിന്ന് ഇതിനെ ഞങ്ങളെ ശാക്കിരീങ്ങളാക്കി മാറ്റണേ റബ്ബേ. തസ്ലു ബിഹാ നിഅമത്തുൽ ജന്ന. ഇതുകൊണ്ട് ഏതു ചേരണം? നമുക്ക് കിട്ടണം സ്വർഗീയ നിഅമത്ത് കിട്ടണം. അതിനെന്ത് വേണം? അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം. അപ്പോൾ ആഖിറത്തിൽ ഉഖ്റവിയായ നിഅമത്തുകൾ നമുക്ക് കിട്ടും, സ്വർഗം കിട്ടും, എല്ലാം കിട്ടും. വകാന കസീറൻ ഇദാ ജലസ യഅ്കുലു. തിന്നാൻ വേണ്ടി ഹബീബ് ഇരിക്കുന്ന സമയത്ത് അധികവും എങ്ങനെ ഇരിക്കുക? വളരെ വിനയത്തിൻ്റെ രൂപത്തിൽ. ഇതാ യജ്മഉ ബൈന റുക്ബതൈഹി ബൈന ഖദമൈഹി, രണ്ട് മുട്ടിൻ്റെ ഇടയിലും, രണ്ട് മുട്ടും രണ്ട് കദമും, മുട്ടും കദമും ഒരുമിച്ച് കൂട്ടും. ഏതുപോലെ? കമാ യജ്ലിസുൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ ഇരിക്കും പോലെ. നിസ്കരിക്കുന്ന ആളായിരിക്കില്ലല്ലോ, അതഞ്ഞ് ഇസ്തിസ്നയാണ്. ഇല്ല അന്ന റുക്ബത തകൂനു ഫൗക റുക്ബ, ഒരു മുട്ടുംകാല് മറ്റേ മുട്ടുംകാലിലെ മേലെയായിരിക്കും. വൽ ഖദമു ഫൗകൽ ഖദം, ഒരു ഖദമ് മറ്റേ ഖദമിൻ്റെ മേലെയായിരിക്കും. അന്ന് ഇരുന്ന് നോക്കിയാൽ മതി, ഒരു കൈ കുത്തേണ്ടി വരും. വളരെ വിനയത്തിൻ്റെ ഇരുത്തും. ആരാണ് ഹബീബ്? സ്വർഗം കണ്ട മുത്തുനബിയ, സ്വർഗത്തിൻ്റെ കാരണക്കാരാ. എന്ത് സ്വർഗം? സ്വർഗം മാത്രമല്ലോ,
ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ സബബ് ഹമാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് ഈ ഇരുത്തം ഇരുന്നിട്ട് മുത്ത് പറയും, ഇന്നമാ അന അബ്ദുൻ, ഞാൻ സാധു അടിമ, ആക്കുലു കമാ യക്കുൽ അബ്ദു, ഒരടിമ തിന്നും പോലെ ഞാനും തിന്നും, വ അജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കും പോലെ ഞാനും ഇരിക്കും. നമ്മളെ ഇരുത്തും, നമ്മളെ കടത്തും, നമ്മളെ ഓട്ടും ചാട്ടും കണ്ടാൽ ലോകത്ത് പോയി നമ്മളെയൊക്കെ വലിയ ആളില്ല തോന്നിപ്പോവും. കമ്മികളല്ല നമ്മളൊക്കെ. വക്കാന ലായക്കുൽ ഹറ, നല്ല ചൂടുള്ളത് റസൂല തിന്നില്ല. ചിലർ പറയും, വലിയ പൗറായി പറയും, എനിക്ക് ചൂട് വെട്ടിത്തിളക്കുന്ന ചായ പറ്റൂ. അതൊക്കെ കമ്മിയാടോ, അതൊക്കെ ഇത്തിബായിനെതിരാ. ഏയ് വെട്ടിത്തിളക്കുന്നത് നമ്മൾ കുടിച്ചണ്ട, കുറച്ച് ചൂട് വേണം. വയഖൂൽ, ഹബീബ് പറയും, ഇന്നഹു ഗൈറു ദീ ബറക, ഈ വലിയ ചൂടുള്ളത് ബറക്കത്തില്ലാത്തതാണ്. എന്നിട്ട് പറയും, വ ഇന്നല്ലാഹ ലം യുത്ഇംന നാറ, അള്ളാഹു നമ്മളെ തീയ തീറ്റിക്കണില്ല. അതായത് നല്ല ചൂടുള്ള തിന്നാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഫഅബ്രിദൂ, ചൂടുള്ള ഭക്ഷണം നിങ്ങൾ തണുപ്പിച്ചുകൊണ്ട്. വക്കാന യക്കുലു ബിമാ യലീഹി, തിന്നുന്ന സമയത്ത് അടുന്നും പെടുന്നൊന്നായിട്ട് ഒപ്പം തിന്നല്ലേ. അപ്പം അവനാൻ്റെ അരുത്തങ്ങ് തിന്നുക, അവിടുന്നും മാന്തുക ഇവിടുന്നും മാന്തത്. ഇതേതാ സങ്കല്പം? ഒപ്പം തിന്നാണ്, ഒറ്റ തളികയിൽ തിന്നാണ്. ആ സമയത്ത് അവനാൻ്റെ ഭാഗത്തങ്ങ് കഴിക്കും. മറ്റൊരുത്ത് പപ്പടം കണ്ട് വെക്കുക, മറ്റേ ഇറച്ചി അത് ചെയ്യൂല. വക്കാന യക്കുലു മിമ്മാ യലീഹി, അടുത്ത് തിന്നു, അടുത്ത് നിന്നുള്ളത് തിന്നു. പിന്നെ വയക്കുലു ബി അസ്വാബിഇഹി സലാസി, സല്ലല്ലാഹു തങ്ങൾ 3 വിരൽ കൊണ്ട് തിന്നു. 3 വിരൽ കൊണ്ട് തിന്നു. നമ്മളൊക്കെ ഒന്നായിട്ടും കുഴക്കലല്ല, എന്നാൽ തേമ്പലല്ലേ. ഇങ്ങോട്ട് ഇവിടെ തിന്നാൻ വേണ്ടി വന്നതല്ല. 3 വിരൽ. റുബ്ബമസ്തഅന ബിറാബിയ, ചിലപ്പോൾ എന്താവും, അത്യാവശ്യം വരുമ്പോൾ 4-ാം വിരൽ കൊണ്ടുണ്ടാവും, 4-ാമത്തെ വിരൽ കൊണ്ടും സഹായം തേടും. നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതൊന്നും ഹറാമാന്നല്ല പറഞ്ഞത്, ഹബീബ് ഇങ്ങനെയായിരുന്നു. ബലമേക്കുൽ ബി ഇസ്ബഅൈനി, ഇങ്ങനെയൊന്നുമില്ല, ഭക്ഷണം കഴിക്കുമ്പോഴേ ഇങ്ങനെ തിന്നൂല, 2 വിരൽ കൊണ്ട്. ഏക്കുലു, ഹബീബ് പറയും, ഇന്ന ദാലിക അഖ്ലത്തു ശൈത്വാൻ, പിശാച്ചിൻ്റെ തീറ്റയാണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറിക്കണ വസ്തു, കടലൊക്കെ ഇങ്ങനെ അതല്ല, ഭക്ഷണം കഴിക്കുമ്പം ആ തീറ്റ തിന്നുണ്ടാകും. വജാഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിഫാലൂദജി, ഒരിക്കണ്ട് മരുമകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുറച്ച് ഫാലൂദജ് കൊണ്ടുവരുന്നു. ഫലൂഡ പറഞ്ഞായി ഒരു പ്രത്യേക ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവന്നു. ഫഅഖല മിൻഹു, അതിന് കുറച്ച് തിന്നു. അക്കാലം മാഹാദായ അബൂ അബ്ദില്ല, എന്താ അത് അബൂ അബ്ദില്ലേ? മഹാൻ പറഞ്ഞു, ഹബീബേ ബി അബി അന്ത വ ഉമ്മി നജഅലു സമന വൽ അസല ഫിൽ ബുർമ, ഞങ്ങൾ ഒരു ചട്ടിക്ക് തേനും പിന്നെ നെയ്യും ആക്കും. എന്നിട്ട് വനലഉഹാലന്നാർ, പിന്നെ ഞങ്ങൾ അടുപ്പത്ത് വെക്കും. പിന്നെ നമ്മളതിനെ തിളപ്പിക്കും. സുമ്മനു വലീഹി, നമ്മളെ തിളപ്പിക്കും മുത്തുനബിയെ. എന്നിട്ടോ സുമ്മനഹുദു, പിന്നെ നമ്മൾ എന്താവും, ഗോതമ്പത്തിൻ്റെ കുറച്ച് പൊടി എടുക്കും. ഗോതമ്പം പൊടിച്ച് പൊടിയാക്കിയിട്ട് ഫനുൽഖിഹി അല സമനി വൽ അസൽ ഫിൽ ബുർമ, ആ പിന്നെ ചട്ടിയിലുള്ള കുടുക്കയിലുള്ള ആ തേനുക്കും പിന്നെ നെയ്ക്കും അത് നമ്മളിങ്ങനെ വിതറും. സുമ്മനസ്തൂഹു, പിന്നെ നമ്മളിങ്ങനെ ഇളക്കും. അങ്ങനെ പാകാവും. പാകമായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരും. കമാ ചറായ റസൂലല്ല, അപ്പം കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കണേ. എന്താ കണ്ടത്? തേനും നെയ്യും അത് തിളപ്പിക്കുക. കുറച്ച് അതിന് ശേഷം എന്താക്കുക, കുറച്ച് ഗോതമ്പിൻ്റെ പൊടി ഇങ്ങനെ ഇടുക. റസൂൽ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹാദ തുഅമ ത്വയ്യിബുൻ, നല്ല രസമുള്ളതാണല്ലോ, നല്ല ഭക്ഷണം. മാഷാ അല്ലാഹ്. വഖാന യഅ്കുലു ഖുബ്സ ശഈർ ഗൈറ മിൻ ഖബൽ,
എന്താ ഓരോ മൻഹൂലിൻ ചേരാത്ത പൊടിയോണ്ടുണ്ടാക്കിയ ആദ്യമേ തൊലിക്കോതമ്പത്തിൻ്റെ പൊടിയാണ്, അത് ചേറൂല എന്നാൽ അതിൻ്റെ പത്തിരി തിന്നു. നമുക്കാണെങ്കിലോ നല്ല നൈസ് പൊടിയാവണം, ഉഷാറാക്കണം. ഹബീബ് അങ്ങനെ നല്ല തീറ്റൊന്നും വലിയ സംഗതിയാക്കൂല. പിന്നെ വക്കാന യേക്കുലുൽ ബിത്തീഖ ബിൽ ഖുബ്ദി വസുക്കർ. ബിത്തീഖ് പത്തക്ക പറയല്ലേ, ബിത്തീഖ് പത്തിരിയും സുക്കറും കൂട്ടി എന്താവും പത്തക്കത് കഴിക്കും. റുബ്ബമ അക്കലഹു ബിർ റത്ബി, ചിലപ്പോൾ ബിത്തീഖ് ഈത്തപ്പഴം കൂട്ടി കഴിക്കും. അതായത് വലിയ ഷർത്തും പറഞ്ഞൊന്നുമില്ല. വയസ്തഈനു ബിൽ യദൈനി ജമി, ചിലപ്പോൾ എന്താ രണ്ട് കൈയോണ്ട് കൂടെ തിന്നാനൊക്കെ വത്തക്ക രണ്ട് കൈകളും സഹായം തേടും. വഅക്കല യൗമൻ അർ-റത്ബ ഫി യമീനിഹി, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പഴം ഇങ്ങനെ തിന്നുക, വലത്തേ കൈ നിന്ന് വലത്തേ കൈയിലുള്ള ഈത്തപ്പഴം. അങ്ങനെ വക്കാന യഹ്ഫദു നവാ ഫി യസാരിഹി, ഇങ്ങനെ വലത്തേ കൈയോട് ഇങ്ങനെ തിന്നിട്ട് അതിൻ്റെ കുരു ഇടത്തേ കൈ ഇങ്ങനെ ഇടും. അപ്പം ഇങ്ങനെ നിങ്ങപ്പോൾ മറത്ത് ഷാത്തുൻ, ഒരാട് ഇങ്ങനെ നടന്നു വന്നു. അപ്പം എന്തായി അഷാറ ഇലൈഹ ബിൻ നവാ, ഒരു കൈയോണ്ട് ഒരു കയ്യിൽ ഈത്തപ്പഴം ഉണ്ട്, എന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്, കുരു ഇടത്തേ കൈയ്ക്ക് ഇടുക. അപ്പോൾ ഒരാട് ഇങ്ങനെ വന്നപ്പോൾ നമ്മളെന്താ പറയുക നാറില്ലേ, റസൂലുള്ളാഹി തങ്ങൾ ആടിൻ്റെ അടുത്തേക്ക് കൈ ഇഷാറത്താക്കി. എന്താ ആരാത്? ലോക നേതാവ് ഖലീലുള്ള ഹബീബുള്ള നമ്മളൊക്കെ മെഹബൂബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅലത് തഅകുലു മിൻ കഫിൽ യുസ്ര, അങ്ങനെ ആട് തൻ്റെ ഇടത്തേ കയ്യിൽ നിന്ന് ഇങ്ങനെ തിന്നാണ്. വഹുവ യഅകുലു ബി യമീനി, ഹബീബോ വലത്തേ കയ്യിൽ വലത്തേ കയ്യിൽ ഈത്തപ്പഴം ഇങ്ങനെ തിന്നുക, ഇടത്തേ കയ്യിൽ നിന്ന് ആടും തിന്നുക. മാഷാ അല്ലാഹ്. അങ്ങനെ തിന്ന് ഹത്താ ഫറഗ വൻസറഫത്തി ഷാത്തു, ആ കൈത്ത കുരൊക്കെ കഴിഞ്ഞു, അങ്ങനെ ആട് പോയി. അങ്ങനെ നമ്മൾ യഹിയെന്ന് വായിക്കണം. യഹിയ എന്താ രണ്ടാം പാള്യം സാധാ യഹിയ, അതിൻ്റെ അവസാന ഭാഗം. അത് കുറേ റസൂലുള്ളാഹി മടുപ്പ് വരില്ല, സനതൊന്നും പറയില്ല, സനദില്ലാതെ മൂപ്പർ ഇങ്ങനെ പെറുക്കി വെച്ച. റബീഉൽ അവ്വലെങ്കിലും ഹബീബിനെ പറ്റി ഞങ്ങൾ പഠിക്കണ്ടേ? മാഷാ അല്ലാഹ്. ആ സീറത്തു നബവി കണ്ടല്ലോ, ഹൽബി നബവിയൊക്കെ, അത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ചരിത്രങ്ങൾ കിട്ടും. അല്ലാഹു തആല ഹബീബിനെ പറ്റി പഠിക്കുവാനും അവിടുത്തെ തിരുചര്യ നമ്മൾ എങ്ങനെയൊക്കെയാണോ പിൻപറ്റേണ്ടത് ആ നിലയ്ക്ക് ഇമാമി നമ്മൾ അയിമ്മത്ത് പറഞ്ഞല്ലോ, അതൊക്കെ അങ്ങനെയൊക്കെ പിൻപറ്റി ജീവിക്കുക. അബ്ദു തൗഫീഖ് നൽകട്ടെ. നമ്മൾ